ഒരു വേള ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കളായ മനുഷ്യന്മാർ പിടിച്ചടക്കുകയാണ്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ തൂക്കുമരത്തിൽ കയറ്റാനുള്ളതായ ശ്രമം തുടങ്ങുന്നതിന് മുമ്പ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവസാനമായിക്കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൻ്റെ അവസാന അഭിലാഷം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു, എനിക്കൊരു 2 റക്അത്ത് നിസ്കരിക്കണം. ആ 2 റക്അത്തൊക്കെ പെട്ടെന്ന് നിസ്കരിച്ചു. കാരണം മരണത്തെ പേടിയില്ലാതെ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ തൂക്കുമരത്തിൽ നിന്റെ പകരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ കൊടുക്കുന്ന മറുപടിയുണ്ട്, എൻ്റെ മുത്തു റസൂലിൻ്റെ മേലിൽ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അതുപോലും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഇരിക്കെ ഈ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളുടെ നേതാവിനെ വധിക്കുകയോ എന്നുള്ളതായ സ്നേഹവാചകത്തിൻ്റെ വാക്കുകൾ ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ ശത്രുക്കൾ മുമ്പിലേക്ക് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരംശം അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര വലിയ ഭാഗ്യവാന്മാരായിരുന്നു. സ്വന്തം മരണത്തിൽ പോലും നേതാവായ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതായ മഹാന്മാരായിരുന്നു അള്ളാഹുവിൻ്റെ സ്വഹാബത്തിങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം, അവരുടെ സ്നേഹങ്ങളിലൊക്കെ കലർപ്പില്ലാതെ മുത്ത് റസൂലിനെ യഥാർത്ഥമായി സ്നേഹിച്ചതായ മനുഷ്യരാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു പോലെയുള്ളതായ സ്വഹാബത്തിങ്ങൾ.